കാർഷികോൽപാദനക്ഷമത ഉയർത്തലിലൂടെയും മൂല്യവർദ്ധിത ഉൽപ്പാദനങ്ങളിലൂടെയും സംസ്ഥാനത്തെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള സർക്കാർ ഇടപെടൽ ശ്രദ്ധേയമാണ് സർ. കേരളത്തിലെ കാർഷികോൽപ്പന്നങ്ങൾക്ക് ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും വിപണനം ഉറപ്പാക്കാനും കർഷകർക്ക് മൂല്യവർദ്ധനവിനും ഉള്ള ഇടപെടലുകളെക്കുറിച്ചിവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിക്കുകയുണ്ടായി. ഇത് സംബന്ധിച്ച് കൃത്യമായ സമയബന്ധിതമായിട്ടുള്ള മോണിറ്ററിംഗ് സംവിധാനം ഉണ്ടോ? ഇനിയും ഇതിൻ്റെ വിപുലീകരണത്തെക്കുറിച്ച് വല്ല ആലോചനയും സർക്കാരിൻ്റെ ശ്രദ്ധയിലുണ്ടോ? സർ, തീർച്ചയായിട്ടും വിപുലീകരണത്തിന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിപുലീകരിക്കുക, അത് ഏറ്റവും ഫലപ്രദമായി മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് സർക്കാർ നീങ്ങുന്നത്. അത് യാഥാർത്ഥ്യമാക്കുകയും ചെയ്യും. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കാർഷിക ക്ഷേമത്തിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനായി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വാല്യൂ ആഡഡ് മിഷൻ്റെ പ്രവർത്തനം വിശദീകരിക്കണം. സർ, കേരളത്തിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുന്നതിലൂടെ മാത്രമേ കർഷകർക്ക് ന്യായമായ വില ലഭ്യമാവുകയുള്ളൂ. കാർഷിക ഉൽപ്പന്നങ്ങൾ അതേപടി വിറ്റഴിക്കുമ്പോൾ ലഭ്യമാകുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കുമ്പോൾ ലഭ്യമാകും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാല്യൂ ആഡഡ് അഗ്രികൾച്ചർ മിഷൻ എന്ന പേരിൽ ഒരു സംവിധാനത്തെ രൂപം കൊടുത്തത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെയർമാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും കൃഷി വകുപ്പ് മന്ത്രിയും വൈസ് ചെയർമാൻമാരുമായി നിലവിൽ വന്നു കഴിഞ്ഞു. അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ ഏർപ്പെട്ടിരിക്കുന്നത്.